പ്രേക്ഷകരെ, എമ്പുരാൻ കഴിഞ്ഞ ദിവസം റിലീസായി. വലിയ ചരിത്രമാണ് തീർത്തിരിക്കുന്നത്. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിൽ ആദ്യത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മാറി. അതിൻ്റെ പോസ്റ്റുകളൊക്കെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, നടൻ മോഹൻലാൽ, സംവിധായകൻ പൃഥ്വിരാജ് കുമാറിനൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷേ കാണികളെല്ലാവരും സമ്മിശ്ര അഭിപ്രായമാണ് പറയുന്നത്. ചിലർ വളരെ മികച്ച സിനിമയാണെന്ന് പറയുന്നു, വേറെ ചിലർ ഹൈപ്പിനൊത്ത് വന്നിട്ടില്ല എന്ന് പറയുന്നു, ചിലർ ലൂസിഫർ എക്സ്പെക്ട് ചെയ്ത് വരരുത് എന്ന് പറയുന്നു, ചിലർ വളരെ മോശമാണെന്നും പറയുന്നു. ഞാൻ പറയുന്നത്, വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത എമ്പുരാൻ പോലൊരു സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റിവ്യൂ വരുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ച അഭിപ്രായം കൊണ്ടാണ് പറയുന്നത്. ഇത് റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, ഇത്രയും കണക്ക് കൂട്ടലുകളുടെ ഒന്നും ആവശ്യമില്ല. ലൂസിഫറിലേക്ക് വന്നാൽ, ലൂസിഫറിൽ ലാലേട്ടൻ ആകെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നത് 45 മിനിറ്റാണ്. പക്ഷേ ഈ 45 മിനിറ്റ് നമുക്ക് അത്രയേ ഉള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് സംവിധായകൻ പൃഥ്വിരാജ് തരുന്നില്ല. അതോടൊപ്പം ലാലേട്ടൻ വന്ന സീനുകളൊക്കെ തന്നെ രോമാഞ്ചത്തിൻ്റെ കൊടുമുടിയാണ്. പ്രത്യേകിച്ച് ആ ഫാക്ടറിയിലുള്ള സ്റ്റണ്ട് സീന്, പോലീസുകാരൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സീന്, ലൂസിഫറിൽ ലാലേട്ടൻ ഇൻട്രൊഡക്ഷൻ സീന്, ക്ലൈമാക്സ് സീന്, അങ്ങനെ ലാലേട്ടൻ ഉള്ള സീനുകൾ ഏതൊക്കെയാണ് അതെല്ലാം വളരെയധികം മാസ് മൊമെൻറ്റ്സ് എലിവേറ്റ് ചെയ്യുന്ന തരത്തിൽ പൃഥ്വിരാജിന് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ്. നമ്മളെന്തിനാണ് തിയേറ്ററിൽ പോകുന്നത്? ഒരു ലാലേട്ടൻ സിനിമ കാണുമ്പോഴേക്കും ലാലേട്ടൻ്റെ മാസ് സിനിമയാണെങ്കിൽ ആ മാസ് മുഴുവൻ പ്രേക്ഷകർക്ക് കിട്ടണം. ലാലേട്ടൻ്റെ ഫുൾ ടൈം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹം, ഇതൊക്കെ തന്നെയാണ് മോഹൻലാൽ ആരാധകർ മാത്രമല്ല, മോഹൻലാലിനെ 47 വർഷമായി മലയാളി പ്രേക്ഷകർ സ്നേഹിക്കുന്നത് ഒരു 40 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോ വെറുതെ വന്ന് സ്ക്രീനിൽ വന്ന് പോകാനല്ല. കാരണം ആ നടനെ വെച്ചാണ് നിങ്ങൾ സിനിമ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ആ നടന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് സിനിമ മാറുക എന്നുള്ള സാമാന്യമായ രീതിയിലേക്ക് പ്രേക്ഷകൻ ചിന്തിക്കുകയും ചെയ്തു. അതൊന്നും പ്രേക്ഷകർ കുറ്റം പറയാൻ പറ്റത്തില്ല. എമ്പുരാനിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ലൂസിഫറിൽ ഉണ്ടായിരുന്ന 45 മിനിറ്റ് സ്ക്രീൻ സ്പേസിനേക്കാളും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ 50 മിനിറ്റ് പോയേക്കാം, 55 മിനിറ്റ് പോയേക്കാം, പക്ഷേ അത് ഫീൽ ചെയ്യുന്നുണ്ട്, എറിച്ച് നിൽക്കുന്നുണ്ട്. ലാലേട്ടൻ ഈ സിനിമയിൽ വളരെ ചുരുക്കമാണെന്ന് ഞാൻ പറയട്ടെ. എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലെയാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ ലാലേട്ടനെ കാണുമ്പോഴേക്കും. ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ, ഉള്ള സീനുകൾ ലാലേട്ടൻ മികച്ചതാക്കി എന്നതൊക്കെ പറയാമെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഹൈപ്പ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഹൈ, ആ കിക്ക്, ആ മാസ് ഇത് കുറവായിരുന്നു. ഒരു ജംഗിളിലെ ഫൈറ്റ് സീനുണ്ട്, അത് എടുത്ത് പറയണം, അതിഗംഭീര ഫൈറ്റായിരുന്നു. പക്ഷേ സ്റ്റീഫൻ്റെ ഫൈറ്റാണത്. എബ്രഹാം ഖുറേഷിയുടെ മാസ് മൊമെൻറ്റ്സ് എന്ന് പ്രതീക്ഷിച്ച സാധനങ്ങൾ ഒന്നും തിയേറ്ററിൽ അങ്ങ് വർക്കായില്ല. ആ എബ്രഹാം ഖുറേഷി എന്ന ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യാൻ ലാലേട്ടന് പറ്റാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അത് സ്റ്റേജ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ഡയലോഗ്സ്, ആ സമയത്ത് സിനേറിയോ മൊത്തം ഒരുമാതിരി നമുക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു നടൻ ആ ക്യാരക്ടർ ചെയ്തതുപോലെ തോന്നിപ്പോയി എന്നുള്ളതാണ്. അത് ലാലേട്ടൻ്റെ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ആ കഥ പോകുന്ന രീതിയാണ്. നമുക്കൊരു പരിചയമില്ലാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതായത് സാധാരണ പ്രേക്ഷകന് എന്താണ് ഈ ലോകമെന്ന് മനസ്സിലാക്കി വരണം, അതിലേക്കൊരു വലിയ ഡീറ്റെയിലിംഗ് കൊടുക്കണം. അതിലേക്ക് ഈ സിനിമ വളരെ ചുരുക്കമാണ് പോകുന്നത്. അത് ആ ലോകത്തിനൊരു അതൊരു വലിയ ലോകമാണ്. ആ നെക്സസ് ഗ്യാങ്, അവർ തമ്മിലുള്ള വാർ, ആ കാര്യങ്ങളൊക്കെ ഒരു വലിയ ലോകമാണെന്നേ. നമ്മളെപ്പോലുള്ള സാധാരണ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നത് ആ ലോകം കാണാനോ, ഇലൂമിനാറ്റി എക്സ്പ്ലോർ ചെയ്യാനോ, അല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് അവിടെ ഒരു ഹെലികോപ്റ്റർ, നമ്മൾ വിഷ്വലി അതിഗംഭീരമാണ്, അല്ലെങ്കിൽ മേക്കിംഗ് അടിപൊളിയാണ് എന്നൊക്കെ നമുക്ക് പറയാം. അടിപൊളി മേക്കിംഗ് ആണ്, അടിപൊളി സൗണ്ട് മിക്സിംഗ് ആണ് എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലാലേട്ടൻ്റെ ഓറ അതെവിടെ നഷ്ടപ്പെട്ട പോലെ തോന്നി. സ്റ്റീഫൻ്റെ കഥാപാത്രത്തിലല്ല, ഖുറേഷി എബ്രഹാമിൻ്റെ കഥാപാത്രത്തിൽ ആ ഒരു ഓറ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ലാലേട്ടൻ ആരാധകർക്ക് മാത്രമല്ല, സാധാരണ പ്രേക്ഷകർ ലാലേട്ടനെ കാണാൻ വേണ്ടി പോകുന്നവർക്കൊക്കെ നിരാശയായിട്ട് മാറി. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് റിവ്യൂവിൽ, പ്രത്യേകിച്ച് റെസ്പോൺസുകളിൽ ഞാൻ ഉണ്ടാക്കി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. റെസ്പോൺസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. പലരും വളരെ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു. ഞാനൊരു അഭിപ്രായം കേട്ടത് പറയുന്നത്, പൃഥ്വിരാജ് എന്താണ് വിചാരിച്ചു വെച്ചേക്കുന്നത്, ലാലേട്ടൻ ഇങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യം, അത് വളരെ രോഷാകുലമായിട്ട് പറഞ്ഞതാണ്. അതൊരു ഡീഗ്രേഡിംഗ് ആയിട്ട് ആണോ, അല്ലെങ്കിൽ ഒരു ലാലേട്ടൻ്റെ മാസ് മൊമെൻറ്റ്സ് മാത്രം കാണാൻ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ അഭിപ്രായം ഒന്നുകൂടി ആലോചിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് പലർക്കും അങ്ങനൊരു അഭിപ്രായമുണ്ട്. അത് വാസ്തവമാണ്. അത് പ്രധാനമായും ഇതൊരു പൃഥ്വിരാജ് സിനിമയായിട്ട് കാണാതെ ലാലേട്ടൻ്റെ മാസ് മൂവ്മെൻറ്റ്സ് ആയിട്ട് മാത്രം കാണുന്ന ഒരു രീതിയിലേക്ക് പ്രേക്ഷകൻ ഈ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഹൈപ്പ് ഇതിന് തിരിച്ചടിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമ തുടങ്ങുന്നതിന്, ഈ സിനിമ സ്ക്രീനിങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഉള്ള അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്ന ഒരു വാചകം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയാണോ എമ്പുരാൻ ഞാൻ എടുത്തു വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല, ഇതൊരു കണ്ടന്റ് ഡ്രിവൺ സിനിമയാണ് എന്നുള്ളതാണ്. ആ കണ്ടന്റ് ഡ്രിവൺ ഒക്കെയാണ്, അതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ അതിൽ ലാലേട്ടൻ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് വളരെ പ്രസക്തമായി നിൽക്കുന്നത്. വളരെ വാസ്റ്റായിട്ടൊരു കണ്ടൻറ്റാണ്, സംസാരിക്കപ്പെടേണ്ട വിഷയമാണ്, ഇതൊക്കെ സത്യമാണ്. പക്ഷേ എവിടെയോ ആ ലാലേട്ടൻ ഇല്ല എന്നുള്ളൊരു വളരെ ദയനീയമായ, വളരെ സങ്കടകരമായ ഒരു കാര്യം പല പ്രേക്ഷകരുടെയും ഇടയിലുണ്ട്.
അത് തന്നെയാണ് പല നെഗറ്റീവ് ഡീഗ്രേഡിങ്ങുകൾ എന്നും പറയാം, നെഗറ്റീവ് റെസ്പോൺസുകൾ എന്ന് പറയാം. ഡീഗ്രേഡിങ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. നെഗറ്റീവ് റെസ്പോൺസ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടൊരു പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടില്ല, അത് അയാളുടെ നെഗറ്റീവായിട്ട് അയാളുടെ അഭിപ്രായം തുറന്ന് പറയുന്നത് നെഗറ്റീവ് റെസ്പോൺസ്. ആ റെസ്പോൺസുകളെ നമ്മൾ മാനിക്കണം. പോസിറ്റീവ് റെസ്പോൺസ് മാനിക്കുന്ന പോലെ തന്നെ നെഗറ്റീവ് റെസ്പോൺസും മാനിക്കണം. അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ, ആ പറയുന്നത് കാര്യമാണെങ്കിൽ നമ്മളത് ചിന്തിക്കുക, അത് വിലയിരുത്തുക, അത് അനലൈസ് ചെയ്യുക. അങ്ങനെ ഒരു അനാലിസിസിന് പുറത്ത് ചിന്തിച്ചൊരു തോട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഏത് തിയേറ്ററിൽ നിന്നാണ് സിനിമ കണ്ടത്, ഏത് ഷോ ആണെന്നും കൂടെ പറയുക. എങ്ങനെയായിരുന്നു നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ്? ലാലേട്ടനിൽ നിന്നും കുറച്ചുകൂടി ഒരു സ്ക്രീൻ പ്രസൻസ്, ഒരു മാസ് മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.